വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഡിസിസി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് എൻ ഡി അപ്പച്ചൻ. എൻ ഡി അപ്പച്ചന്റെ രാജി സ്വീകരിച്ചെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ടി.ജെ. ഐസക്കിന് താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം. കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഡിസി പ്രസിഡന്റ് ഞാനാണ്. 16 വർഷം ഞാൻ ഇരുന്നില്ലേ, 16 വർഷം ഇരുന്നു. ഒരു ടൈം 12 വർഷം ഇലക്ടഡ് ഡിസി പ്രസിഡന്റ് ആയിരുന്നു. അന്നാരും എന്നെ കെട്ടിയിറക്കിയതല്ല മോളുന്നു. വയനാട്ടിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും വിവാദങ്ങളും നിലനിൽക്കെയാണ് ഡിസിസി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചത്. മുൻ ഡിസിസി ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നാണ് വയനാട്ടിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് കൂടി വന്നതോടെ പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യതയുൾപ്പെടെ പൂർണ്ണമായും പൂർത്തീകരിച്ചുവെന്നും കഴിഞ്ഞ ദിവസം KPCC നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് എൻ ഡി അപ്പച്ചന്റെ രാജി. ഞാൻ അങ്ങനെ നേരത്തെ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സന്നദ്ധനാണ് ഒഴിവാകാൻ. അതിപ്പം എന്റെ രാജി അംഗീകരിച്ചു എന്നൂടെ പറഞ്ഞെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ KPCC ആയിക്കോട്ടെ, എന്നേക്കാൾ കേമന്മാരെ ഇഷ്ടം പോലെ ഇവിടെ ഇല്ലേ ജില്ലയിൽ. അവരെ എളുക്കട്ടെ, നടത്തട്ടെ നാരായണസാല്. ഞാനെന്തിനീ കാലാകാലം ഈ കസരമ്പോൾ തന്നെ ഇരിക്കണോ? അപ്പച്ചന്റെ രാജി സ്വീകരിച്ചതായും കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല എന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡിസി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് തന്നിട്ടുണ്ട്. ആ രാജിക്കത്ത് സ്വീകരിച്ച് ബാക്കി നടപടികൾക്കായിട്ട് AICCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എൻ ഡി അപ്പച്ചന്റെ രാജി സംഘടനാപരമായ കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പല പ്രശ്നങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ പാർട്ടി ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിലാണ് രാജിയെന്നും VD സതീശൻ പ്രതികരിച്ചു. ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ പാർട്ടി അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. DCC പ്രസിഡന്റ് രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ പ്രസിഡന്റ് ആരാവണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് KPCC നിലപാട്. മീഡിയ 1 വയനാട്.